ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. ഏതാണ്ട് 21 മണിക്കൂറിന് മുമ്പ് ഒരു തമിഴ് ചാനൽ ഒരു പഴയ ഇൻ്റർവ്യൂ ആണ് തോന്നുന്നു, വീണ്ടും നമ്മുടെ അണ്ണാച്ചിയുടെ വീഡിയോ വന്നായിരുന്നു. അപ്പം അതിൻ്റെ താഴത്തെ ഒരു 3 കമൻറ്റേ ഉള്ളൂ. ആ 3 കമൻറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ്. ആക്ച്വലി ഇന്നിപ്പോൾ ഈ ഒരു വിഷയം അഥവാ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് വെച്ചാൽ കുറേ അധികം ആൾക്കാർ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ചിലർ എന്നെ നേരിട്ടും ഒക്കെ വിളിച്ച് സംസാരിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഒരു സിനാരിയോ തന്നെ ചേഞ്ച് ആവുന്നു, അഥവാ ആൾക്കാർക്ക് മടുപ്പാകുന്നു, ഇത് സംസാരിക്കാൻ കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ പല തരത്തിലാണ്. ഇപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അഥവാ നമ്മുടെ ഇപ്പം യൂട്യൂബിൽ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ, സത്യം പറഞ്ഞാൽ അവരെല്ലാവരും അവരുടെ സമയം ഒക്കെ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നു. അവരുടെ ഒരു ഗുഡ് കോസ്, നമ്മുടെ ഒരു സാമൂഹികപരമായിട്ടുള്ളൊരു നീതി കിട്ടണം ഒരു കൂട്ടം അഫക്റ്റഡ് ആൾക്കാർക്ക് എന്ന് പറഞ്ഞ് നിൽക്കുന്നു. നോട്ട് ഓൺലി എലിസബത്ത് ആൻഡ് അഫക്റ്റഡ് ഒരുപാട് പേരുണ്ട്, അപ്പോൾ അവരുടെ എല്ലാവരുടെയും കാര്യത്തിനകത്ത്. പക്ഷേ ഈ ഇപ്പം എന്താ പറയുക, കമൻറ്റ് ബോക്സുകളിലും മറ്റ് പല സ്ഥലങ്ങളിലുമൊക്കെ ഇതിനെക്കുറിച്ച് ഒരു ഡിസ്കഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സ്ട്രെയിറ്റ്ലി ടോക്കിംഗ് നമ്മുടെ എലിസബത്തിൻ്റെ കേസ് കൊടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഞങ്ങൾക്ക് മടുത്തു, ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നു. അപ്പം ഈ പറയുന്ന ആൾക്കാരുടെ ആ ഒരു മനോഭാവത്തിനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല, അവരുടെ ഇത് ശരിയാണ്. പക്ഷേ ഒരു കാര്യം ഇപ്പോഴും നിങ്ങൾ എല്ലാവരും മറക്കുന്നൊരു കാര്യം പറയാം. ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് എഴുതി വെക്കേണ്ടി വന്നത് എങ്ങനെയാണ്? ഒരു സുപ്രഭാതത്തിൽ വെറുതെ നിങ്ങളെല്ലാവരും ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് എഴുതി തുടങ്ങിയതാണോ? അതോ ഒരാൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന മുഴുവൻ കാര്യങ്ങളിൽ കുറേയധികം കാര്യങ്ങൾ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അത് കേട്ടിട്ട് നിങ്ങളുടെ മനസാക്ഷി അത് ഒരു ഇത്രത്തോളം ആയിരുന്നോ, ഭീകരമായിരുന്നോ എന്നുള്ള കാര്യം വിശ്വസിക്കാൻ പോലും പറ്റാത്ത ചില മറ്റേ അണ്ണാച്ചി സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ പോലും വിരൽ വെച്ച് പോയി. അപ്പോൾ അത്രത്തോളം വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ കടന്നു വന്നെന്നുള്ള കാര്യം മനസ്സിലാക്കിയ ആൾക്കാരല്ലേ ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്നൊക്കെ എഴുതുന്നത്. അപ്പോൾ അതൊക്കെ വളരെ ജെന്യൂനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എല്ലാവരും ചിന്തിക്കുന്നത്, എല്ലാവരും ഭയപ്പെടുന്നത് എലിസബത്തിന് എന്തെങ്കിലും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എലിസബത്ത് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക. എലിസബത്തിൻ്റെ വീഡിയോ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്ന സമയത്ത് അഡ്വക്കേറ്റ്സോ മറ്റുള്ള കാര്യങ്ങളുണ്ടോ അവരുടെ സൈഡിൽ നിന്നുള്ള ചതിയോ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്നോ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവർ മുന്നോട്ട് വന്ന സമയങ്ങളിൽ അവരെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ഈ പ്രസ്തുത അണ്ണാച്ചിയുടെ ഭാഗത്തു നിന്ന് വരുന്ന കാര്യങ്ങൾ അങ്ങനെ നിരന്തരമായിട്ട് ആ പുള്ളിക്കാരത്തേക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്നു. നിലവിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് പോലും ഈ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത രീതിയിലേക്ക് എത്തുന്നതെന്ന് വെച്ചാൽ അത് ഭീഷണിയുടെ ഭാഗമാണ്. ഭീഷണിയുടെയും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്ത് ചാനൽ പൂട്ടിക്കുക, കേസ് കൊടുത്ത് ഇതാക്കുക, ഭയപ്പെടുത്തുക, പലതരത്തിലുള്ള ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതൊക്കെ ഒരു ഇതായിട്ട് ഫാക്റ്റാണ്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മുടെ ക്രിട്ടിക് എന്നുള്ള ചാനൽ അജയ് ചേട്ടൻ പുള്ളിക്കാരനും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോയുടെ വിശദമായ കുറച്ച് കാര്യങ്ങൾ ഒന്ന് നമുക്ക് നോക്കാം. പക്ഷേ പുള്ളിയോട് എനിക്ക് തുടക്കത്തിലേ പറയാനുള്ളത്, അങ്ങനെ ഇപ്പം മറ്റൊരു ചാനൽ നിങ്ങളുടെ ചാനലിൻ്റെ കണ്ടൻറ്റ് കൊണ്ട് മറ്റൊരു ചാനലിനകത്ത് കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടല്ല ചെയ്യേണ്ടത്, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അങ്ങ് കൊടുത്തേക്കുക. വളരെ സിമ്പിളാണ്. ഓക്കെ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം എൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് വിമർശിക്കുന്നുണ്ട്, ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, പലതുമുണ്ട്. ഞാൻ അതിൻ്റെ അങ്ങ് പരിധി എൻ്റെ പരമാവധി ക്ഷമിക്കും. ഓക്കെ, പോട്ടെ പരമാവധി സീമകൾ ലംഘിക്കുന്ന സമയത്ത് മാത്രമാണ് അതിനുള്ള എന്താണോ വേണ്ടത് അവിടെ അവർ ഇത് ചെയ്യുക. അതുവരെ അവർ പറയട്ടെ, കാരണം ചെയ്യട്ടെ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ വിമർശനത്തിന് അതീതരൊന്നും അല്ലല്ലോ, നമ്മളെ വിമർശിക്കാം, ഒരു കുഴപ്പമില്ല. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടണം, അത് ഞാൻ ചെയ്താലും ആര് ചെയ്താലും ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ സീമകൾ ലംഘിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിനുള്ളൊരു പരിപാടികളൊക്കെ നമ്മൾ ചെയ്യണം. എന്താണെങ്കിലും അവിടെ ഈ ചിരിക്കുന്ന ഫേസ് മറ്റൊരു ഫേസിലേക്ക് മാറും, എത്ര മാത്രമേ ഉള്ളൂ. സോ ഇവിടെ അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം. ഫേക്ക് ആയിട്ട് ക്രിട്ടിക് എന്ന് പറഞ്ഞ ഒരു ചാനൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചാനലിൽ ആകെപ്പാടെ ഉള്ളത് 11 സബ്സ്ക്രൈബേഴ്സും 556 വ്യൂസും ആണുള്ളത്. എൻ്റെ ലോഗോ അതേപോലെ തന്നെ അവർ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 4 വീഡിയോ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞ ടൈം ലൈൻ എല്ലാ സാധനങ്ങളും ഡിസ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നതിൽ ഫോണ്ട് മാറിപ്പോയി. മാറ്റങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പം ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് വീഡിയോസ് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ജസ്റ്റിസിന് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന പല ആൾക്കാരുടെയും മൂടി കെട്ടാൻ വേണ്ടിയിട്ട് പല വഴികളാണ് നോക്കുന്നത്. അതിനകത്തുള്ളൊരു മറ്റൊരു വഴിയാണ് ഇദ്ദേഹത്തിൻ്റെ ഇപ്പം ക്രിട്ടിക് എന്നുള്ളൊരു ചാനൽ. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വീഡിയോ
വന്ന ആ സ്പോട്ടിൽ കുറേ നാൾ കഴിഞ്ഞ് എനിക്ക് എൻ്റെ കയ്യിലേക്ക് ഷെയർ ചെയ്ത് കിട്ടുന്നു. ഞാൻ ആ ഓൺ ദ സ്പോട്ട് തന്നെ ഞാനത് എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്കൊക്കെ ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്യുന്നു. ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് പിൻ ചെയ്ത് വെച്ചിരുന്നു. ഇതൊക്കെ ചെയ്തു. കാരണം വേറെ ഒന്നുമല്ല, അത് അഡ്രസ്സ് ചെയ്യപ്പെടണം. നേരിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ഇതൊക്കെ വന്ന് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറയുന്നത്. അവിടെ അതിലൂടെയാണ് നമ്മൾ കുറച്ച് ഈ തോക്കിൻ്റെ കേസും മറ്റുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തിലൂടെയാണ് കുറേ അധികം നമ്മൾ അറിയാത്ത കാര്യങ്ങൾ. ഇപ്പം സായി പോലും, സീക്രട്ട് ഏജൻറ്റ് സായി പോലും പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഈ ഒരു വിഷയം വന്ന് സംസാരിക്കാൻ വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തോക്ക് കണ്ടിട്ടുണ്ടെന്ന് വന്നത് ഇദ്ദേഹം വെളിപ്പെടുത്തലുമായിട്ട് വന്നതിന് ശേഷമാണ്, ലിജേഷ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഇദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തിയതിന് ശേഷം മാത്രം നമ്മുടെ മുമ്പിലേക്ക് വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതിനകത്ത് നിന്ന് ഇപ്പം പുള്ളിക്കാരൻ്റെ ചാനൽ അടിച്ച് കളഞ്ഞ് പുള്ളിക്കാരനെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി പുള്ളിക്കാരനെ ഒതുക്കാനുള്ളൊരു പരിപാടി ആ റിപ്പോർട്ട് നമ്മുടെ മറ്റൊരു ചാനൽ തുടങ്ങി അദ്ദേഹത്തിൻ്റെ വീഡിയോ എടുത്തോണ്ട് പോയി. ഞാൻ ഇപ്പോഴും പറയുന്നു, സ്റ്റിൽ നിങ്ങളുടെ ചാനലിൽ ഉള്ള വീഡിയോസ് മറ്റൊരു ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താങ്കൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് താങ്കൾക്ക് ആ ഒരു ചാനലിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാം. ഞാൻ LJ എന്നുള്ളത് ക്യാപിറ്റലാണ്, TH എന്നുള്ളത് സ്മോൾ ലെറ്റർ ആണ്, ക്രിട്ടിക്കിന്റെ C ക്യാപിറ്റലാണ്. ഇവര് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിൽ Lഉം Jയും സ്മോൾ ലെറ്റർ ആണ്, TH ദ എന്നുണ്ട്, ക്രിട്ടിക്കിന് C ഇല്ല എന്ന് വെച്ചാണ് ഇവരുണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇവർ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 2024 ഞാൻ എൻ്റെ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മാർച്ച് 9 2025 ഓക്കെ, ഒരാഴ്ച മുമ്പാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളിലേക്ക് പലരും മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ വരും. അതൊരിക്കലും ഞാൻ ഒരാൾക്കും മെസ്സേജ് അയക്കുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള മെസ്സേജ് അയച്ചു പോയി വള്ളി പിടിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ സപ്പോർട്ടെല്ലാം എനിക്കുണ്ട്. ഓക്കെ, അതിന് ഞാൻ അകവഴിഞ്ഞ് നന്ദി ഞാൻ പറയുന്നു. നമ്മുടെ ആവശ്യം എലിസബത്തിന് നീതി കിട്ടുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ മുടിയെണ്ണ ഇവിടെ ചെയ്തു വെച്ചിട്ട് പോയിട്ടുള്ള തോക്കും ഡോണറും ഈ പരിപാടിക്ക് എല്ലാത്തിനും ഒരു ന്യായം കിട്ടുക. അയാള് അത് അർഹിക്കുന്ന ശിക്ഷ അയാൾ അദ്ദേഹം ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ പണം കൊണ്ടും സ്വാധീനം കൊണ്ടും അദ്ദേഹത്തിന് ഇതൊന്നും അട്ടിമറിക്കാൻ പറ്റരുത്. ഓക്കെ, നമ്മുടെ സഹോദരിമാർക്ക് ഇനി ഞാൻ കുറച്ച് മുമ്പാണ് ഞാൻ നമ്മുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോക്കകത്ത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള, സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള, സാമൂഹികമായിട്ട് ഇപ്പം നമ്മളെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് സംസാരിച്ചത്. എത്ര പേര് അത് കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു വിഷയം നമ്മൾ സംസാരിക്കുന്നത് പോലെ തന്നെ ഈ ഒരു വിഷയത്തിൻ്റെ അകത്തൊരു കാമ്പുണ്ട്. അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഒരു സ്ത്രീ ഒരു വിഷയമായിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയും നിയമപാലകരും എല്ലാവരും കൂടെ പോയിട്ട് അവർക്കങ്ങോട്ട് നീതി നടപ്പിലാക്കി കൊടുക്കുക എന്നുള്ളത് ഒരിക്കലുമല്ല. അതിനപ്പുറത്തേക്ക് ചില കാരണങ്ങളും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മളിവിടെ മനസ്സിലാക്കണം. ഒരു സ്ത്രീ എന്നോ ഒരു പുരുഷനെന്നോ ഒരു ഭേദമെന്നോ അല്ല ഇവിടുത്തെ വിഷയം. പുരുഷനായാലും സ്ത്രീ ആയാലും ഇൻഫ്ലുവൻസും അതുപോലെ തന്നെ വളരെ വലിയ ആൾക്കാരുടെ സപ്പോർട്ടും അതുപോലെ തന്നെ ചില എന്താ പറയുക സെലിബ്രിറ്റി സ്റ്റാറ്റസും ഒക്കെ പല കാര്യങ്ങളൊക്കെ വേണം ഒരു നിയമം അവർക്ക് പോലും ആ ഒരു അവരുടെ സൈഡിലേക്ക് എത്താൻ വേണ്ടിയിട്ടെന്നുള്ളത് തോന്നിപ്പിക്കുന്ന രീതിയിൽ. സോ ഇദ്ദേഹം വീഡിയോ ചെയ്യുന്നു, ഇദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ അകത്ത് അദ്ദേഹം വീഡിയോ ചെയ്ത് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ അയാൾ വീഡിയോ ചെയ്യുന്നു. മറ്റ് പല യൂട്യൂബേഴ്സും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. എല്ലാവരുടെ എയിം എന്താ? എലിസബത്തിന് നീതി കിട്ടണം, അല്ലെങ്കിൽ ഇതുമായിട്ട് അഫക്റ്റഡ് ആയിട്ട് ആൾക്കാർക്ക് നീതി കിട്ടണം. എടീ, ആരെങ്കിലും ചുമ്മാ ഇരുന്നുകൊണ്ട് ഇവർക്ക് നീതി കിട്ടണമെന്ന് പറയുന്നതാണോ? പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും എനിക്കും എല്ലാം ബോധ്യപ്പെട്ടതാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പലരും കമൻറ്റ് ബോക്സിൽ ഇടുന്നതാണ് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ ഡയറക്റ്റായിട്ട് വിളിച്ച് പറഞ്ഞു, ഒന്ന് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ പോവുക. അതായത് അഡ്വക്കേറ്റിൻ്റെ കുറേ അഡ്വക്കേറ്റിൻ്റെ സപ്പോർട്ട് അഡ്വക്കേറ്റ്സിനെ തരാം. അതുപോലെ തന്നെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചെയ്യാം. പിന്നെ എന്താ പറയുക, പലതും പല രീതിയിലുള്ള വാഗ്ദാനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. വളരെ ജെന്യൂനായിട്ടാണ് കേട്ടോ, ഒരിക്കലും മോശമായിട്ടല്ല. പക്ഷേ ഒരാൾ, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ, ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. ആരെ വിശ്വസിക്കുമെന്നുള്ള ചിന്തയിലിരിക്കും. ആരെ വിശ്വസിക്കുമെന്നൊരു ചിന്തയിരിക്കുന്ന വ്യക്തിയോട് നമ്മൾ പോയിട്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മളെ വിശ്വസിക്കാൻ കഴിയുമോ, ഇതോ ഡബിൾ ഗെയിമോ ആണോ എന്നുള്ള ചിന്തയിലേക്ക് എത്തിയാലോ നമുക്ക് പറയാൻ പറ്റത്തില്ല മനുഷ്യൻ്റെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എലിസബത്ത് ലീഗലായിട്ട് മൂവ് ചെയ്യുമെന്നുള്ള കഴിഞ്ഞ വീഡിയോക്കകത്ത് വ്യക്തമായി അതിനകത്തുള്ള സംഭവങ്ങൾ പറയുന്നത് പോലെ തോന്നി. പക്ഷേ വീണ്ടും ഒരു ഭയത്തിൻ്റെ കാര്യം പറയുന്നു, പിന്നോട്ട് പോയി എന്നും പറയുന്നു. അപ്പോൾ അതിനുശേഷം ഇനി അവരുടെ ആക്ട് എന്തായിരിക്കും എന്നുള്ളവരും അത് അറിയേണ്ടതാണ്. ഞാനിപ്പോഴും ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അറിഞ്ഞത് ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എലിസബത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ വരും, അതിൻ്റെ വീഡിയോയോ മറ്റുള്ള കാര്യങ്ങളോ വരും എന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് ഭയക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇനി വേണ്ടത് നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അപ്പം അത് എന്താണെന്ന് നമുക്ക് കാത്തിരുന്നേ അറിയാൻ പറ്റുള്ളൂ. ഇത് വേണം എന്നൊരു ഇതോടുകൂടിയാണ് ഞാൻ ഇതിലോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പല ചാനലുകൾക്ക് ഇയാൾ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചു വെച്ചിട്ടുണ്ടാകും. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ന് കാലത്ത് ഞാൻ എന്താ ലിജേഷ് നോക്കിയപ്പോ വേറൊരു ചാനൽ വന്നു. അപ്പൊ ഞാൻ 11 സബ്സ്ക്രൈബറോ ആകെ. അപ്പൊ തന്നെ ഞാൻ ഡൗട്ട് അടിക്കാൻ പോയി നോക്കിയപ്പോ അപ്പോഴേ എനിക്ക് ക്ലിയർ ആയി ഈ സംഭവം. ഞാനിപ്പോൾ ഓൾറെഡി ഇത് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂർ റൂറലില് ഞാൻ സൈബർ സെല്ലിൽ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളും ശ്രദ്ധിക്കുക, ഇയാളെ ഏതെങ്കിലുമൊക്കെ തരത്തില് ട്രാപ്പ് ചെയ്യാൻ നോക്കും. എന്റെ പൊന്ന് ചേട്ടാ,
ചാനലിൽ നിങ്ങളുടെ പേരിൽ ഒരു മറ്റൊരു ബെനിഫിറ്റ് ഒന്നും ആർക്കൊന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങളുടെ കണ്ടന്റ് അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈസായിട്ട് കൊണ്ട് ഒരു കോപ്പിറൈറ്റ് അങ്ങ് അടിച്ചു കൊടുത്താൽ ചാനൽ അങ്ങ് പോകും. അതിനകത്ത് ഒരു കോപ്പിറൈറ്റ് വന്നാൽ പോലും ആ ചാനൽ പോകും. മനസ്സിലാകുന്നുണ്ട്? ആ ചാനലിൽ നിന്ന് പിന്നെ മോണിറ്റൈസേഷൻ ഒന്നും കിട്ടത്തൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് ഭയക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു ടെൻഷനും വേണ്ട കാര്യത്തിൻ്റെ അകത്ത്. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അതിനുള്ള നിങ്ങൾക്കുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യും. ഓക്കെ. തമിഴ്നാട്ടിലെ മുടിയണ്ണ, നിങ്ങൾ ഓൾറെഡി ഇവിടെ 2 ലിങ്ക് വെച്ചിട്ടാണ് പോയത്. ലിങ്ക് കൊണ്ട് നിങ്ങൾ അവിടെ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങളെ ട്രാക്ക് ചെയ്യാനും അതിനും ഇതിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാടോ താൻ ലിങ്ക് അയക്കണേ? എനിക്കൊരു ഉളുപ്പുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കാനുള്ളത്. ഞങ്ങളുടെ മുകേഷ് ഏട്ടൻ പറയണ പോലെ അന്തസ്സുണ്ടോണാ നിനക്ക്? ഇതേ ചോദിക്കാനുള്ളൂ. എടോ, നിങ്ങളൊരു ആണാണെങ്കിൽ കട്ടപ്പേര പോലെ ബാക്കിൽ നിന്ന് കുത്താതെ ഫേസ് ടു ഫേസ് വാ. നിങ്ങളെന്നെ കൊല്ലും വലിക്കും എന്തും ചെയ്യായിരിക്കും. പക്ഷെ ഞാൻ ഈ പറഞ്ഞതൊന്നും മാറ്റില്ല. ഞാൻ കണ്ടത് എവിടെയും ഞാൻ പറയും, ഉറപ്പിച്ച് ഞാൻ പറയുന്നത്. PR വർക്കല്ല, എന്തും ചെയ്തോ, ഞാൻ മാറില്ല ഇതിന്ന്, ഒരിക്കലും മാറില്ല എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. ഇതിനൊരു നീതി കിട്ടിയിട്ട് ഒരു തീരുമാനം എന്തായാലും ഇത്രയൊക്കെ ആയല്ലോ. ഇനി നമുക്ക് നേരിട്ട് മുന്നോട്ട് പോവാം. ഈ നേരിട്ട് കളിക്കുക, നേർക്ക് നേരെ വന്ന് എന്താണ് ഈ നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മുടെ ഈ ഞാൻ വേറെ കൊണ്ട് പറയണമെന്ന് വിചാരിക്കരുത്. മഹാഭാരത കഥ നടക്കുന്നു. മഹാഭാരതത്തിലെ ഏറ്റവും പ്രബലനായ ശക്തിയുള്ള മനുഷ്യൻ ആരെന്ന് ചോദിച്ചാൽ കൃഷ്ണനെക്കുറിച്ചോ നമ്മുടെ അർജുനെ കുറിച്ചോ ഒന്നല്ല നമുക്ക് പറയാൻ പറ്റുന്നത്. മഹാഭാരതത്തിൽ ആരാലും തോൽപ്പിക്കപ്പെടാൻ കഴിയാത്ത ഒരേ ഒരു വ്യക്തിയുള്ളൂ, അത് ഭീഷ്മാചാര്യരാണ്. നമ്മുടെ ദേവവ്രതൻ എന്ന ഭീഷ്മർ. ഓക്കെ, അദ്ദേഹം ഗാംഗേയനാണ്. അപ്പം അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആരാലും സാധ്യമല്ല. അപ്പം അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആരാണ് നമ്മുടെ അദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് പറയാം, അങ്ങേ വീഴ്ത്താതെ നമുക്ക് യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ വീഴ്ത്താനുള്ള തന്ത്രം അദ്ദേഹമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിന് ആ ഒരു യുദ്ധ സമയത്ത് ഭീഷ്മരെ തകർക്കാതെ ഒന്നും പറ്റത്തില്ല. ഒരു മലയാ, ഒരു വൻമല, ഒന്നുമില്ല അയാളുടെ മുമ്പിൽ, ഒന്നുമേ അല്ല ആരും. അപ്പം അയാളെ ആ ഭീഷ്മ പിതാമഹനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് അയാളുടെ പണ്ടത്തെ ഒരു ശാപവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളും അയാളെ മുൻനിർത്തിക്കൊണ്ട് കളിച്ചാൽ എന്നെ വീഴ്ത്താം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് മറ്റാരുമല്ല, അയാൾ തന്നെയാണ്. സ്വന്തമായിട്ട് എൻ്റെ ശരീരത്തിലേക്ക് അമ്പുകൾ, അതുപോലെ സ്വച്ഛന്ത മൃത്യു എന്ന് പറയുന്ന സാധനമാണ് ഭീഷ്മരെ കൊല്ലാൻ ആർക്കും പറ്റത്തില്ല. ഗംഗയുടെ മകനാണ്. അതായത് ഒരിക്കലും പുള്ളിക്കാരനെ തോൽപ്പിക്കാനോ അയാൾ വിചാരിക്കണം മരിക്കണമെന്ന്, ഇപ്പം ഞാൻ മരിക്കാൻ റെഡിയാണ് എന്ന് പുള്ളി വിചാരിക്കാതെ പുള്ളിയെ കൊല്ലാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി എങ്ങനെ കൊല്ലും? അതുപോലത്തെ ഒരു ശക്തനെ വീഴ്ത്തിയത് അയാൾ തന്നെ പറഞ്ഞിട്ടാണ്. ഇവിടെ ഞാനിത് പറയാൻ കാര്യം, ഇപ്പം ഇവിടുത്തെ ഒരു സംഭവം ഭീഷ്മരായിട്ട് കമ്പാരിസൺ നടത്തിയൊന്നുമല്ല. ഇവിടുത്തെ ഒരു കാര്യം, ഇവിടെ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഇങ്ങനെയെന്നാണ്. ഓക്കെ, എന്നെ ആർക്കും വീഴ്ത്താൻ പറ്റത്തില്ല, ഞാൻ ഗാംഗേയ പുത്രനായ ഭീഷ്മരെ പോലെയൊക്കെയാണ്, അതുകൊണ്ട് ഞാൻ ഈ യുദ്ധത്തിൽ ഞാൻ അടപടലം എല്ലാവരെയും ഇങ്ങനെ വിരട്ടി എൻ്റെ കൈകളിലാക്കിക്കൊണ്ടിരിക്കും, നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെയാണ്. അതുകൊണ്ട് ഭീഷ്മർ എന്നുള്ളൊരു വ്യക്തി ഒരു വേറൊരു പരിവേഷം, ഈ വ്യക്തി സ്വയം ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല, അതിനകത്ത് മറ്റത് സ്വച്ഛന്ത മൃത്യു മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഞാൻ ഇത് പറയുന്നത് ഒരു മെഡിക്കൽ പരമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഇപ്പം ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് നടത്തുക, ഒരാളുടെ സർജറി നടന്നതിന് ശേഷം അയാളുടെ ശരീരത്തിൻ്റെ അകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ഒരുപാടുണ്ടാകും. അതായത് ഒരുപാട് ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കും. അത് ഒരുപാട് കാലം എടുത്തിട്ടാണ് മാറേണ്ടത്. അപ്പം അങ്ങനെ വരുന്ന ഒരു തരത്തിൽ പറഞ്ഞാൽ ലിവർ സിറോസിസോ അല്ലെങ്കിൽ ലിവർ പൂർണ്ണമായിട്ട് നശിച്ചു പോയി മറ്റൊരു ലിവർ വച്ച് പിടിപ്പിച്ച് അതിനെ പുഷ്ടിപ്പെടുത്തിയെടുത്ത് ആ ഒരു ബോഡിയെ നന്നായിട്ട് എടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരം പല രീതിയിൽ പല കാരണങ്ങളാൽ പലതും പ്രതികരണങ്ങൾ ഓപ്പോസിറ്റ് ആയിക്കൊണ്ടിരിക്കും. ആ വ്യക്തിക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ, ആ വ്യക്തിക്ക് കൊടുക്കുന്ന ഡ്രിങ്ക്സ്, മറ്റുള്ള പല കാര്യങ്ങളും ആ വ്യക്തിയുടെ ശരീരത്തിനെ മൊത്തത്തിൽ ബാധിക്കും. നിലവിൽ നമ്മൾ കാണുന്ന അണ്ണാച്ചിയാണെങ്കിൽ പല തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇങ്ങനെ അടിച്ചു കയറ്റിക്കൊണ്ടേയിരിക്കുന്നു. അതായത് ആരോഗ്യവാനാണെന്ന് പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയത്തില്ല. പക്ഷേ ഈ കഴിക്കുന്നതും ലോഡ് ചെയ്യുന്നതുമായിട്ടുള്ള സാധനങ്ങളെല്ലാം അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യമൊക്കെ കാലം തെളിയിക്കും. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അതങ്ങനെയാണ്, അത് വിധിയാണ്, അതങ്ങനെയാണ്. നമ്മുടെ ഞാൻ ഇത്രയും പറയുന്നില്ല, വിക്രമാദിത്യൻ്റെ തോളൊരു വേതാളുണ്ടായിരുന്നു. ഇതിന് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പൊ ഞങ്ങൾ ഈ യൂട്യൂബേഴ്സ് ആരൊക്കെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ചതികൾ, ലിങ്കുകൾ, കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി വന്നിട്ടുണ്ടാകാം. ഞാൻ ഈ പരിപാടി ആദ്യമായിട്ട് തുടങ്ങുന്നതുകൊണ്ട് എനിക്ക് ഇന്നാണ് ഈ സംഭവം മനസ്സിലായത് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന്. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാം, പിന്നെ നിങ്ങളോട് ഇത് അറിയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോഴും എലിസബത്തിനോടൊപ്പം തന്നെയാണ്. കട്ട സപ്പോർട്ട്. നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ മുടിയണ്ണനോടാണ് ചോദിക്കുന്നത്.
താങ്കൾക്ക് പിതാവും മാതാവും ഒന്നേ ഉള്ളൂ എന്നൊരു സ്ഥിരതയുണ്ടെങ്കിൽ താങ്കൾ ഫേസ് ടു ഫേസ് വരൂ. ഞങ്ങൾക്കൊക്കെ അതേ ഉള്ളൂ, താങ്കൾക്ക് എങ്ങനെയാണ് എന്ന് എനിക്ക് അറിയില്ല. ഇത്രയും വൃത്തികേടുകളോടെ ചെയ്ത് ഏതോ ഒരു പുനത്തിൽ പോയി ഒളിച്ചിരുന്ന് ഏതോ ഒരു പെണ്ണിന്റെ ബാക്കിൽ നിന്ന് കുക്കറിയുടെ കോലും വയലും ഇതൊക്കെ ഇട്ടിട്ട് വീണ്ടും എന്താടോ നന്നാവാ. നമ്മള് ഇപ്പം ഞാൻ പറയുന്നില്ലേ, എൻ്റെ ഈ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിരിയുടെ അർത്ഥം ചിലപ്പം എന്നെ ഈ കാണുന്ന ആ വ്യക്തിക്ക് ചിലപ്പോൾ മനസ്സിലാവും. എന്തറിയാമോ? ആ വ്യക്തി വിചാരിക്കുന്നത് അയാൾ ഭയങ്കര ശക്തനും, അയാൾ വലിയ ഗുണ്ടാപ്പടയും മറ്റുള്ള സംവിധാനങ്ങളും ഒക്കെ വെച്ചിട്ട് വലിയ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് പറയുന്നത്. അതെന്തായാലും ആയിക്കോട്ടെ. ഞാൻ എന്തായിരുന്നാലും ഒരു വിത്തിൻ 1-2 days അതിനകത്ത് നമ്മൾ വലിയ സംഭവങ്ങളൊന്നും അല്ലടേ, പക്ഷേ എന്തായിരുന്നാലും അത് ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ വരും. അത് പോട്ടെ. അപ്പം ഞാൻ പറയുന്നത്, അപ്പം ഞാൻ വലിയ സംഭവമാണ്, ഞാനിവിടെ എല്ലാം ഇങ്ങനെ കൈയടക്കി വെച്ച് നിൽക്കുന്ന ഒരാളാണ്, ബാക്കിയുള്ളവർക്ക് എന്നെ തൊടാനൊന്നും പറ്റത്തില്ല, ഞാൻ എന്തും ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു കാര്യങ്ങളെല്ലാം നിലവിൽ അണ്ണൻ്റെ കയ്യിൽ നിന്ന് പോയി. അണ്ണൻ്റെ കേസ് കൊടുത്തിട്ട് കേസിൻ്റെ സംഭവങ്ങളൊക്കെ എന്തായി എന്നുള്ളത് നമുക്കറിയത്തില്ല. അണ്ണൻ വിചാരിക്കുന്നു ഞാൻ രാജാവാണ്, എല്ലാവരും എന്നെ പേടിച്ച് ഓടി. ഇവിടെ ഒരൊറ്റ മനുഷ്യരെ ഓടിയിട്ടില്ല. പക്ഷേ എല്ലാവർക്കും ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയം ഒരു ലീഗലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകത്തില്ല എന്നുള്ള കാര്യങ്ങൾ കുറച്ചധികം ആൾക്കാർക്കെങ്കിലും എന്താ അങ്ങനെ പോകാത്തത്, ഇതെന്താ ഇങ്ങനെ എന്നുള്ള രീതിയിലാണ്. അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല, എങ്കിലും അത് മറ്റൊരു തരത്തിലേക്ക് ഇതാണ്, പോട്ടെ. പക്ഷേ അണ്ണൻ ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ നേർക്ക് നേരെ വരാനോ ഒറ്റത്തന്തയുടെ കാര്യമൊക്കെ പറയുന്നത്, നമുക്ക് ലോകത്ത് എല്ലാവർക്കും ഒറ്റത്തന്ത കാണത്തുള്ളൂ കേട്ടോ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം, സയൻറ്റിഫിക്കലി അപ്പുറത്ത് വരത്തില്ല. പക്ഷേ അതങ്ങനെ വരത്തില്ല. അണ്ണനെ അങ്ങനെ ഡയറക്റ്റ് കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണനെ മറ്റേ കുറച്ച് നാളിന് മുമ്പ് ഒരാളുടെ വീട്ടിലേക്ക് മറ്റേ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് ഇടിച്ചു കയറിയിട്ട് തോക്കും കൊണ്ട് പോയിട്ട് പറഞ്ഞൊരു കാര്യം മോഹൻലാലിൻ്റെ പേരുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടൊക്കെയാണ് അല്ലേ. തനിക്ക് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കം ഹിയർ എന്ന് പറയുക, എലിസബത്ത് കം ഹിയർ. അതുപോലെ സ്ത്രീകളെ, അതുപോലെ തന്നെ മറ്റുള്ള നടന്മാരെ, ഒരു കാരണവും ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെയൊക്കെ വെച്ച് വലിച്ചിട്ടുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് ഇങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. അതായത് ഡയറക്റ്റ് ഒരു കാര്യത്തിനെ സ്ട്രോങ് ആയിട്ട് ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ആളാണ് സ്വയം രാജാവെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരേ ഒരു രാജാവാണെന്ന് വിചാരിക്കുന്നത്. നമ്മളിതെല്ലാം അറിഞ്ഞുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വരാൻ സാധ്യതയുള്ള കാര്യത്തിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. ഇനി വന്നാൽ എന്ത് ചെയ്യും? വന്നാൽ അത് ഫേസ് ചെയ്യും, അത്രേ ഉള്ളൂ. വെരി റോങ്. ഓക്കെ, പിന്നെന്തായിരുന്നു? ചാരിറ്റി. ഞാനും ചാരിറ്റി ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിന്ന് ചെയ്ത 2 ചാരിറ്റിയെ പറ്റി പറയാം, ആരും ചിരിക്കരുത്. ഓക്കെ, ഞാനിന്ന് തൃശ്ശൂർ വെറ്റിനറി കോളേജില് പാടത്ത് പറക്കുന്നതിനിടയ്ക്ക് കാലൊടിഞ്ഞു പോയ 2 കൊക്കുകൾക്ക് കാല് മാറ്റിവെക്കാനുള്ള ഇത് ചെയ്തിട്ടുണ്ട്. ടിപ്പർ കയറി നടു ഒടിഞ്ഞു പോയ തവളയ്ക്ക് ഞാൻ നട്ടെല്ലാണ് മാറ്റിവെച്ചത്. ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയാൻ മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യോ? ഞാൻ ചാരിറ്റി ചെയ്യാനാണ് അവിടെ നിന്നും ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഞാന് ഉണ്ണി മുകുന്ദൻ ഒരു ബെൽറ്റ് അല്ല, ഞാൻ പറയട്ടെ. ആക്ച്വലി നിങ്ങൾ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഞാൻ ഒരു കാര്യം പറയാം. എന്ത് കാര്യത്തിനൊരു അവസാനം ഉണ്ടാവും. ഓക്കെ, എന്ത് കാര്യത്തിനൊരു അവസാനം ഉണ്ടാവും. നിൻ്റെ ഒടുക്കത്തെ കളിയും കളിക്കട എന്ന് പറയുന്നില്ലേ, അതുപോലത്തെ ഒരു കാര്യം അത് കളിക്കട്ടെ. ആ കളി കളിച്ചിട്ട് അത് എവിടെ എത്തി നിൽക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു എൻഡിങ് എന്നുള്ളൊരു കാര്യം, ക്ലൈമാക്സ് ഉണ്ടല്ലോ, ക്ലൈമാക്സ് അതെങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് കാണാം. അത്രേ പറയാനുള്ളൂ. എന്തായിരുന്നാലും ക്രിട്ടിക് ചാനലിലുള്ള ലിജേഷ് ചേട്ടൻ്റെ ആ വീഡിയോ കോമഡി ആയിരുന്നു, സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിന്നെ എന്നെ നമ്മൾ അറിയുന്ന കുറേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിരിക്കാറുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ലീഗലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അപ്പോഴും അവരോടും പറയുന്നത്, നിങ്ങളോടും പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ. എല്ലാം അതിനായിട്ടുള്ള രീതിക്ക് നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കഴിഞ്ഞ വീഡിയോയിൽ എലിസബത്ത് പറഞ്ഞതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്, ഇതൊരു ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയ സമയത്ത് അവർക്ക് പിന്നോട്ട് പോകാൻ വന്ന സാഹചര്യങ്ങൾ. സോ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും. സോ കാത്തിരിക്കുന്ന സമയത്ത് അടക്കം മറ്റേ ആളവിടെ പേടിച്ച് വരച്ചിരിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. അത്രയേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ചക്ക കൂട്ടാൻ, പൊരിച്ച മീൻ കറി ഇതൊക്കെ വെച്ച് കഴിക്കാം. ആവശ്യത്തിൽ ഇഷ്ടം പോലെ എണ്ണയും ഇതൊക്കെ വെച്ച് അങ്ങ് ആഹാരമൊക്കെ കഴിച്ച് നമ്മുടെ കരളിനെ നമുക്ക് സുഖമാക്കാം. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി അടുത്തൊരു വീഡിയോ കാണുക ഗൈസ്.